അസ്സലാമലൈക്കും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ ദം ബിരിയാണി കുറഞ്ഞ സമയം കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഈ ബിരിയാണിക്കായിട്ട് എടുക്കുന്ന റൈസ് നെയ്ച്ചോറ് പോലെ വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് ഓയിൽ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്കായിട്ട് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. മുന്തിരി വേർത്ത് വന്നാൽ ഇത് രണ്ടും പാടെ ഒരുമിച്ച് കോരി മാറ്റാം. 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ സവാള നീളത്തിൽ കനം കുറഞ്ഞ് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതൊന്ന് ഈ ഓയിലിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. സവാള നല്ല പോലെ ഫ്രൈ ആയി ഗോൾഡൻ കളറിലേക്ക് മാറി ഇത് കോരി മാറ്റാം കേട്ടോ. ആദ്യം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. രണ്ടും പാടെ ഒരുപോലെ മിക്സ് ആക്കി ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഓയിലിൽ നിന്നും പകുതി ഭാഗം എടുത്ത് മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 1/2 കിലോ മട്ടനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ മട്ടൻ ഈ ഓയിലിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, അതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് ചതച്ചത് എരിവിന് ആവശ്യമായത് കേട്ടോ. 10 അല്ലി ചെറിയ ഉള്ളി ചതച്ചതാണ് പിന്നെ ചേർക്കുന്നത്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര്, 1/4 കപ്പ് തൈര്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ 3/4 ഭാഗവും ചേർത്ത് ഇത് നല്ല പോലെ തന്നെ കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ, ആ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിന്റെ സമയം നമ്മൾ എടുക്കുന്ന മട്ടന്റെ മൂപ്പിനെ ആശ്രയിച്ചിരിക്കും. ഈ മട്ടൻ വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. 2 കപ്പ് കൈമ റൈസ്. ഇനി റൈസ് വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, അതിന് പകുതി ഭാഗം നമ്മൾ മാറ്റി വെച്ചിരുന്നു. ആ ഓയിലിന്റെ 3/4 ഭാഗം ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ചെമ്പിലേക്കായിട്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ സാജീരകം, 1 കഷ്ണം പട്ട, 1 തക്കോലം, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഇതൊന്ന് ഈ ഓയിലിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം. ശേഷം ഇതിലേക്കായിട്ട് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നല്ല പോലെ തിളച്ച് വന്ന ഇതിലേക്കായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ച കൈമ റൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൈമ റൈസ് സോക്കിയാണ് വെക്കേണ്ട ആവശ്യമില്ല. റൈസ് ചേർത്ത് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. റൈസ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വേവാൻ വേണ്ടി മാറ്റി വെച്ച മട്ടന്റെ സ്ഥിതി എന്തായെന്ന് നോക്കാം. മട്ടൻ പകുതി വേവായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിന്റെ മുകളിലായിട്ട് 1 പിടി മല്ലിച്ചപ്പ് പുതിന കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് സമയം മീഡിയത്തിനും ലോക്കും ഇടയിലാണ് കേട്ടോ വേവിക്കേണ്ടത്. ഇപ്പോൾ മട്ടൺ തയ്യാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതേ സമയം തന്നെ റൈസും വേവുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ചൂട് ഒരുപോലെ ഇരിക്കും. അപ്പോഴാണ് ദം ക്ലിയർ ആയി കിട്ടുന്നത്. ഇനി റൈസ് നോക്കാം. റൈസും വേവായിട്ടുണ്ട് കേട്ടോ. റൈസിന്റെ വേവ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല പോലെ വേവായിട്ടും ഉണ്ടാകും, എന്നാൽ ഉള്ളരി വേവായിട്ടും ഉണ്ടാവില്ല, പച്ചരി പോലെ ഇരിക്കും. അതാണ് റൈസിന്റെ പാകം. ഇനി ബിരിയാണി ദം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു ചെമ്പിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസിന്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക. പകുതി ഭാഗം എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഗ്രേവിയോട് കൂടി തന്നെ മട്ടൻ ഒഴിച്ചു കൊടുക്കുക. ഇത് റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഒനിയൻ ഇട്ട് കൊടുക്കുക. ചെറിയൊരു പിടി മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും റൈസിന്റെ പകുതി ഭാഗം മാറ്റി വെച്ചല്ലോ, ആ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് പിന്നാലെ തന്നെ നല്ല പോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഫ്രൈ ചെയ്ത ഒനിയൻ ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് പുതിന അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഓയിലിൻ്റെ പകുതിയിൽ നിന്നും 1/4 ഭാഗം വീണ്ടും മാറ്റി വെച്ചിരുന്നു,
ആ ഓയിൽ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നീട് മൂടി വെച്ച് നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ചെമ്പിന്റെ മൂടിക്ക് മുകളിലായിട്ട് നല്ലപോലെ കണല് ചേർത്ത് കൊടുക്കണം. വിറകിന്റെ കണലാണെങ്കിൽ ഇത്ര തന്നെ ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചകിരി വേവിച്ചത് കണലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ കത്തി അമർന്ന വിറകടുപ്പിലാണ് ചോറ് ദം ചെയ്യാൻ വെക്കുന്നത് എങ്കിൽ അതിനുള്ളിലെ കണല് മുഴുവനായിട്ട് മാറ്റി വെക്കും. മുകളിലായിട്ട് നല്ലപോലെ കണലിട്ട് കൊടുക്കുകയും ചെയ്യാം. അടിഭാഗം വിറക് വെന്തതിന്റെ നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് അടിയിൽ കണല് വേണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലെ കണലൊക്കെ മാറ്റി വെക്കുക. ശേഷം 15 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്പ് തുറക്കേണ്ടത്. ഇതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി. കൈമ റൈസിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഈ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത്. ബൈ. അസ്സലാമു അലൈക്കും.